വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാണ്ട് നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പുഡിങ്ങാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 500 ml പാലാണ്. 1/2 ലിറ്റർ പാല്, മിൽമയുടെ 1 കവർ പാലെടുത്താലും മതിയാവും. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വേണ്ടത് നമുക്കൊരു 7 വലിയ ടേബിൾ സ്പൂൺ, ഈ സ്പൂണാണ് കേട്ടോ, വലിയ ടേബിൾ സ്പൂൺ 7 സ്പൂൺ ഞാൻ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഒരു വലിയ ടേബിൾ സ്പൂണോളം അളവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ ആ ടേബിൾ സ്പൂൺ തന്നെ ഇങ്ങനെ തട്ടിയെടുക്കുക കേട്ടോ. അതൊരു 4 ടേബിൾ സ്പൂണോളം അളവ് കോൺഫ്ലോർ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. ഒത്തിരി നിറയെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് പെട്ടെന്ന് നന്നായിട്ട് കട്ട പിടിച്ചു പോവും. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോറിലേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പാലൊഴിച്ചിട്ട് ഈ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. കട്ട ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മൊത്ത പാലിലേക്ക് നമ്മൾ ഈ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അത് നമുക്കൊന്ന് കട്ടകൾ അലിയിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എവിടെയെങ്കിലും ഒരു കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഈ ബൗളിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പാനോ അല്ലെങ്കിൽ പാത്രമോ എന്ത് വേണമെങ്കിൽ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്നുകൂടെ നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. പഞ്ചസാരയുടെ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കൈ ഇടവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തിരിക്കുന്ന കാരണം നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വേറെ പണിയിൽ ശ്രദ്ധിക്കാൻ പോവുകയാണെങ്കിൽ നന്നായിട്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് ഏതാണ്ട് നന്നായിട്ട് ചെറുതായിട്ട് ചൂടായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുവരെ മീഡിയമിൽ കിടന്ന ഫ്ലെയിം ഇപ്പോൾ ലോയിലാക്കുക. നമ്മുടെ ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. അടുപ്പിൽ ഇരിക്കുമ്പോഴേക്കും കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്ന ഒരു 4 ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബൗളോ അല്ലെങ്കിൽ ഏത് പാത്രം എടുത്താലും മതി. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് എല്ലാ ബൗളിലേക്കും. അപ്പോൾ എല്ലാ ബൗളിലേക്കും ബട്ടർ തേച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മിക്സും നമ്മൾ എല്ലാ ബൗളിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ അറൗണ്ട് അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. താഴെ ഫ്രീസറിലല്ല വെക്കേണ്ടത്, താഴെ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഒരു റാപ്പിംഗ് പേപ്പർ ഇട്ട് ഒന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ മൂടി കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് പുറത്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏതാണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. എനിക്കിത് 4 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ വിടുവിച്ച് കൊടുക്കുക. വിടുവിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ ബൗൾ ഒന്നിങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ കമഴ്ത്തി കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അതൊരു ഡെക്കറേഷന് വേണ്ടി ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഡെസിക്കേറ്റഡ് കോക്കനും കൂടെ ചേരുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചോക്കോ ചിപ്സും കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വായിലിട്ട് അങ്ങ് നന്നായിട്ട് മെൽറ്റായി പോകും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.